ഹായ് ഹലോ. അപ്പം ഈ ആഴ്ച വിഷുചിത്രങ്ങളായിട്ടൊരു 4 പടങ്ങളാണ് തിയേറ്ററിലെത്തിയത്. അതിൽ 3 മലയാള സിനിമ, ഒരു തമിഴ് സിനിമ ഗുഡ് ബാഡ് അഗ്ലി അജിത്തിൻ്റെ പടമാണ്. പിന്നെയുള്ളത് നമ്മളെ മലയാളത്തിൽ തന്നെ ടോവിനോ തോമസ് പ്രൊഡ്യൂസ് ചെയ്ത് ബേസിൽ ജോസഫ് മെയിൻ നടനായെത്തിയ മരണമാസ്, മമ്മൂട്ടിയുടെ ബസൂക്ക, നസ്ലിൻ കേന്ദ്രകഥാപാത്രമായ ആലപ്പുഴ ജിംഖാന. ഇതിൽ മമ്മൂട്ടിയുടെ ബസൂക്ക ഒഴികെ ബാക്കി 3 പടങ്ങളും കണ്ടു. തമിഴ് സിനിമ ചിലപ്പം കേരളത്തിൽ അധികം നാൾ ഓടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി ഗുഡ് ബാഡ് അഗ്ലി കിട്ടു. അജിത്തിൻ്റെ പടമാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമ നമ്മളെ മോഹൻലാലിൻ്റെ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് എന്ന സിനിമ എങ്ങനെയാണോ അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമ തന്നെ കോപ്പി അടിച്ച് വെച്ചതെന്നല്ല, അജിത്തിൻ്റെ പഴയ സിനിമകളുടെ ഒക്കെ റഫറൻസ് വെച്ച് ആ സിനിമകളൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടിനെക്കാട്ടിയും കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന ലെവലിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഇതൊരു ഫാൻ ബോയ് സംഭവം എന്നുള്ള രീതിയിലേക്കാണ് കാണിച്ചിട്ടുള്ളത്. അതായത് സിനിമ അജിത്തിൻ്റെ ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നറില്ല. കാരണം അതിൽ എല്ലാം അവൻ്റെ പഴയ സിനിമകൾ, ചിലപ്പോൾ സിനിമകൾ കാണാത്തവരുണ്ടാവും. പഴയ സിനിമകൾ എന്താണ്, അവൻ എങ്ങനെയൊക്കെയാണ് അഭിനയിച്ചത്, ഏതൊക്കെ സിനിമയിലാണ് അഭിനയിച്ചതെന്ന് അറിയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഡയലോഗൊക്കെ ഇന്നാന്ന് വരുന്നതെന്ന് അറിയാത്ത ആളുകൾക്ക് ഇതൊരു മനസ്സിലാവാതിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പക്ഷേ എനിക്ക് ഏകദേശം പടങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഏകദേശം എല്ലാം ഒന്നും അറിയുന്നു ഞാൻ പറയുന്നില്ല. എനിക്കതൊരു മോശമില്ല എന്നുള്ളൊരു രീതിയിലേക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സിനിമ കുറേ ഇവൻ്റെ പഴയ സിനിമകൾ, ബില്ല, വേറെ ഏതുള്ളൂ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ബില്ലത്തൊക്കെ ആ റെഫറൻസ് അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ ആ സിനിമകൾ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പഴയ കഥ കാണിക്കുന്നൊക്കെ ആ കഥകളൊക്കെയാണ്, ആ സിനിമകളൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതേ വേഷത്തിൽ ഇവൻ വരുന്നുണ്ട്, അതേ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിപ്പോൾ ഇതെങ്ങനെയാണ് ഇവന് ഇത്രത്തോളം ചേഞ്ച് ചെയ്ത് മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളെ മമ്മൂട്ടീനെ നമ്മൾ ഈ സിനിമയിൽ ആക്കിയതുപോലെ വെച്ചിട്ട് ചെയ്താണോ ഡൗട്ടുണ്ട്. പക്ഷേ ഭയങ്കര പക്ക ക്വാളിറ്റി ആക്കിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫോറിൻ സിനിമകളുടെ റെഫറൻസ്, സിനിമകളല്ല അതിലത്തെ കഥകൾ, കാര്യങ്ങൾ, ക്യാരക്ടേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇവൻ ഫോറിനിൽ കുറേ ആളൊന്നിച്ച് നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളെ മണി ഹേസ്റ്റത്തെ ചങ്ങായി, അതുപോലെ തന്നെ നമ്മളെ ഈ പുള്ളിക്കാരുടെ പേര് വിട്ടു കേട്ടോ, അതിന് ഇതാക്കണ്ട. നമ്മളെ എമ്പുരാനിൽ വില്ലനായിട്ട് വരും എന്ന് പറഞ്ഞ ചങ്ങായില്ലേ, ആ ചങ്ങായിയൊക്കെയാണ് റെഫറൻസ് വെച്ച് കാണിച്ചിട്ടുള്ളത്. പക്ഷേ പടം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അജിത്ത് ലെവലിലേക്ക് മാത്രം സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം പടം ഭയങ്കര സംഭവമാണോ എന്ന് വെച്ചാൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. പക്ഷേ പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു സാധനം വില്ലൻ അർജുൻ ദാസിന് എല്ലാവർക്കും അറിയാം. കൈദിയിൽ തന്നെ ഭയങ്കര കിടിലമായിട്ട് സൗണ്ടും പെർഫോമൻസും എല്ലാം കൊണ്ട് ഞെട്ടിച്ചൊരു വ്യക്തിയാണ് പുള്ളി. ഇതിൽ ഇല്ല ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു കാണും പറഞ്ഞാൽ മതി. ഒരു മേക്ക് ഓവർ ഉണ്ട്, എല്ലാം ഭയങ്കരം. ചങ്ങായി വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിലേക്ക് വരുമ്പോൾ പടം കാരണം ഫുൾ അജിത്തിൻ്റെ ഇതാണ്. അജിത്തിനായിരിക്കും തൊടാൻ പറ്റില്ല. നമ്മളെ എമ്പുരാനിലെ പോലെ തന്നെ ആരും വില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ല, പിന്നെ വെറുതെ നമ്മൾ കണ്ടിരിക്കാന്നേ ഇല്ലു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുമ്പം പടത്തിന് മൊത്തത്തിൽ ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അടിപ്പടം അജിത്തിൻ്റെ ഫാൻ എന്നുള്ള ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. രണ്ടാമത് കണ്ടത് മരണമാസമാണെങ്കിലും മൂന്നാമത് കണ്ട ആലപ്പുഴ ജിംഖാനയെ കുറിച്ച് പറയാം. കാരണം ആലപ്പുഴ ജിംഖാന എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഹൈ മൊമെൻറ്റ് ഉണ്ടായത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല. നസ്ലിനായിരുന്നു ലീഡ്. പക്ഷേ നസ്ലിൻ സ്ഥിരം ചെയ്യുന്ന പാറ്റേൺ, പ്രേമലു ആയാലും അവൻ്റെ ഏകദേശം എല്ലാത്തിലും എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി, കാരണം ഖാലിദ് റഹ്മാൻ്റെ പടമാണ്, ബോക്സിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് പടം പോകുന്നത്. പക്ഷേ അവൻ സ്ഥിരമായിട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് അയാളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്.
വേറെ കാര്യമായിട്ട് അതിൽ വ്യത്യാസമൊന്നുമില്ല. ആകെ കുറച്ച് മുടി വെട്ടി കുറച്ച് മസിൽ വെച്ചു എന്നല്ലാതെ സിനിമയിൽ വേണ്ട ഒരു വെറൈറ്റി കാര്യങ്ങളൊന്നും അവന് വന്നില്ല. വന്ന കുറച്ചാളുണ്ട്, അതൊന്ന് ലുക്മാനാണ്. ലുക്മാൻ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മറ്റേ ചെറുത് വലുത് എന്ന് പറഞ്ഞിട്ട് രണ്ടാളുണ്ട്. ഗണപതി കിട്ടിലും മേക്ക് ഓവറായിരുന്നു, കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വേറൊരു കണ്ണട വെച്ചൊരു ചങ്ങായുണ്ട്. ഇവരൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ലുക്മാൻ നന്നായിട്ട് ചെയ്തു. പിന്നെ നമ്മളെ തല്ലുമാലയിൽ കണ്ട 1-2 ആൾക്കാർ എല്ലായിടക്കും ഉണ്ട്. പിന്നെ നമ്മളെ അബു സലീം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ച് പെൺകുട്ടികളുണ്ട്, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പെൺകുട്ടികളെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പരിപാടി എനിക്ക് അത്ര ലാസ്റ്റതല്ല കേട്ടോ. ആ ഫസ്റ്റത്തെ നസ്ലിനുമായിട്ടുള്ള കോമ്പോയിൽ ഒരു പെൺകുട്ടിയുണ്ട്, അവനെ ഇഷ്ടപ്പെടുന്നില്ല, അവനെ ഇട്ടിട്ട് പോകുന്നൊരു പെൺകുട്ടിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രേമലൂലൊക്കെ ഫസ്റ്റ് ഒരു ലവ് പൊട്ടുന്നു, രണ്ടാമത്തെ ലവ് അവസാനം നോക്കിയാവുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ്, അതേ റേഞ്ചിൽ തന്നെയാണ് നസ്ലിൻ്റെ ഈ പ്രകടനവും പോകുന്നത്. അതൊക്കെ ഒരു സ്ഥിരം പാറ്റേൺ ആയിപ്പോയി. പിന്നെ ആ പെൺകുട്ടി ഇട്ടിട്ട് പോകുന്ന ഒരു കാരണം ഉണ്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട്. പക്ഷേ ഞാൻ ചിലപ്പോൾ തന്ത വൈബായതുകൊണ്ടോ 90s കിഡ് ആയതുകൊണ്ടോ ആയിരിക്കാം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു പരിപാടി. ഒരു സിനിമയിൽ വന്നിട്ട് അതൊരു ഓക്കെ ആണ് എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ എനിക്കതൊരു ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊന്ന് ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഇവരൊരു ജിംഖാനയിൽ പോകുമ്പം അവിടെ ജിംഖാന നടത്തുന്ന ഒരാളുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊരു മറ്റൊരു ഒരു സ്ഥാപനം നടത്തുന്നു എന്നുള്ള രീതിയിലായിരിക്കണം ജിംഖാന എന്ന് പറയുന്നത്. അപ്പം അവിടെ നടത്തിക്കൊണ്ടുന്ന ഒരാളുണ്ട്. അവിടെ കോച്ചായിട്ട് വന്നത് നമ്മളെ കോട്ടയം നസീർ, പിന്നെ നമ്മൾ കോമഡി തരാമെന്ന് പിന്നെ പൈസയെല്ലാം വാങ്ങി അങ്ങനെ ഇതാക്കുന്നത്. പിന്നെ രണ്ടാമത് കോച്ചിൻ്റെ ഒന്നിച്ച് വരുന്ന ആളാണ് ഈ പറയുന്ന നമ്മളെ ലുക്മാൻ. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പം, ക്ലൈമാക്സ് കഴിഞ്ഞ് ഇവരെന്ത് നാളെ ചെയ്യുമെന്ന് പറയുമ്പോൾ ടീമിൻ്റെ മാനേജർ ഞാനായി എന്ന് പറയുമ്പോൾ അപ്പോൾ ആടെ ഉണ്ടായി ഇവരൊക്കെ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ശരിക്കും ഈ ജിംഖാനയെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കാം അതെനിക്കത്ര രസകരമായിട്ട് തോന്നിയിട്ടില്ല. അതുമല്ല, +2 കഴിഞ്ഞ് നിൽക്കുന്ന, +2ൻ്റെ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ചെക്കൻ ഓക്കെ ഞാൻ ഇനി ജിംഖാനെ ഏറ്റെടുത്ത് ഈ ബോക്സിങ് ചാമ്പ്യൻ ഇവരെ കൊണ്ട് പോകുന്ന മാനേജറായിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അത്രത്തോളം ദഹിച്ചിട്ടില്ല. അത് അങ്ങനെയുള്ള മൊത്തത്തിൽ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൊണ്ട് ഈ സാധനം എനിക്ക് അത്ര ഭയങ്കര ഹെവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ക്ലൈമാക്സിൽ അടികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതാണ് ഖാലിദ് റഹ്മാൻ്റെ പടം. തല്ലുമാലയിലൊക്കെ കണ്ട ഒരു ലെവൽ പെർഫോമൻസ് അതിൽ കിട്ടി. പക്ഷേ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട്, ഇൻ്റർവെല്ലിന് മുമ്പ് വരെ അവരാ പിന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി മത്സരിക്കാൻ പോകുമ്പോൾ അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് ഓരോരുത്തരെയും ഫൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അതിങ്ങനെ ഒരു ഇഴച്ചിൽ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തർ വരുമ്പോൾ ഓരോരോ മ്യൂസിക് ഇട്ട് കൊടുത്തോളാം, നിങ്ങൾ അടിയാക്കോ, ജയിക്കൂല. നമുക്ക് ഓൾറെഡി മനസ്സിലാവും ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നടക്കുന്നതെന്നില്ല. പിന്നെ അതിങ്ങനെ ഒരു ഇഴഞ്ഞു പോകുന്ന പോലെയാണെന്ന് തോന്നുന്നില്ല. ഓരോരുത്തർക്കും ഫൈറ്റ് കൊടുത്ത് നടനൊപ്പം വരും, മറ്റവനൊപ്പം വരും എന്നെല്ലാം ചിന്തിച്ച് കാര്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതിലേക്ക്. പിന്നെ ക്ലൈമാക്സ് അത് അടിപൊളിയായിന്. അല്ലാതെ പടത്തിൽ ഭയങ്കര സംഭവമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് മരണമാസത്തിലേക്ക് വരാം. മരണമാസത്തിലേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു ഈ 3 പടത്തിൽ വിന്നർ മരണമാസമാണ്. മരണമാസം എന്തായാലും കണ്ടിരിക്കുക. കാരണം ഒരു കോമഡി പടമാണ്, വളരെ ഗംഭീരമായിട്ട്. അതിൽ അഭിനയിച്ച സിജു വിൽസനാണ് ആ കഥ എഴുതിയത്. എനിക്ക് തോന്നുന്നു നല്ലൊരു സാധനം, ഒരു കോമഡി. പക്ഷേ എനിക്ക് അതിലും ഒരു ലാഗൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3 വെച്ച് നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം മരണമാസമാണ്. അതിൽ ബേസിൽ ജോസഫിനെയൊക്കെ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും കൃത്യമായിട്ട് അവരുടെ റോള് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കാണിക്കാൻ അവർക്ക് പറ്റി. ആരും മോശമാക്കിയിട്ടില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി സിജു വിൽസൺ കഥ എഴുതി അയാൾ തന്നെ ഇതാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, അയാളുടെ ഒരു ക്യാരക്ടർ അയാൾക്കൊരു ചിലപ്പം തോന്നിയിട്ടുണ്ടാകും, എനിക്ക് എപ്പോഴും ഇങ്ങനെ കോമഡി കളിച്ച് നടക്കണ്ട, കുറച്ച് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു. പണ്ട് സുരാജ് ഇതേപോലെ ജഗതിക്ക് നല്ല വേഷം കിട്ടുന്നുണ്ട്, നല്ല കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളി അന്നേരം ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ വേഷം കിട്ടാത്തതുകൊണ്ടാണ്, കിട്ടിയങ്ങ് തകർത്തേനെന്ന് പറഞ്ഞു. അയാൾക്ക് കിട്ടി, അയാൾ തകർത്തു, അയാൾ അവാർഡ് അടക്കം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിജു വിൽസനും അങ്ങനെ, സിജു വിൽസൺ അല്ലേ പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടാ, സോറി കേട്ടാ, ഞാൻ ഇപ്പം നോക്കി. സിജു സണ്ണിയാണ് കുറച്ചും കൂടി
ആ ഒരു മെത്തേഡിലേക്ക് പോയതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്കൊന്നും അത്രയും ഇതിലേക്ക് പോകേണ്ട സമയം ആയില്ല. കുറച്ചും കൂടി ഒന്ന് പെർഫോം ചെയ്ത് ആളുകളിലേക്ക് ഇതായി കഴിഞ്ഞതിന് ശേഷം കോമഡിയിൽ തന്നെ ചുവട് വെച്ചതിന് ശേഷം അങ്ങനെ പോയാൽ മതിയായിരുന്നു. പക്ഷേ പുള്ളിക്കാരനും കോമഡി തന്നെയാണ്, എല്ലാവരും കോമഡി. പക്ഷേ പുള്ളിക്കാരൻ കോമഡി പിടിക്കാൻ വേണ്ടിയിട്ട് അവസാനം വരെ ഒരു ക്യാരക്ടർ റോളിലേക്ക് നല്ല രീതിയിൽ ഒഴുകി പോയിട്ടാണ് അവസാനം ആ ഒരു കോമഡിയിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോഴാണ് അത്രയും സമയം അയാളെ ക്യാരക്ടർ മാത്രം ഒരു സാധാരണക്കാരനെ പോലെ സാധാരണ ഒരു പ്രകൃതി നാച്ചുറൽ പടത്തിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിനെ പോലെ എനിക്ക് തോന്നി. പടത്തിൽ ഏറ്റവും പെർഫോമർ നമ്മുടെ രാജേഷ് മാധവനാണ്. പുള്ളീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എമ്മാതിരി അയാൾക്ക് അവസാനം ക്ലൈമാക്സിൽ ആ ഒരു ഇൻട്രോ ഒരു വിരവല്ലുണ്ട്. അതെല്ലാം ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. കാരണം ബാക്കിയുള്ള സിനിമകളിലൊക്കെ നായകന്മാർക്കും വില്ലന്മാർക്കൊക്കെ മെയിൻ വില്ലനൊക്കെ കിട്ടുന്ന ഒരു സാധനമില്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിലും അങ്ങനെ തന്നെയാണ് രാജേഷ് മാധവൻ. അതുകൊണ്ട് ആ വരുന്ന വിരവെല്ലാം കാണും ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ തമാശ പെർഫോമൻസുകളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓരോ സാധനം ഓരോരുത്തരും പ്ലേസ് ചെയ്തത് ഒക്കെ അടിപൊളി എന്ന് പറയാം. ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലിന് ശേഷം ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ച് ആ സമയത്ത് ഇടയ്ക്കൊരു ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്തൊന്നും കൗണ്ടറുകൾക്ക് ആ ഒരു സമയത്തൊന്നും എനിക്ക് ആദ്യം മുതൽ തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വരെ കൗണ്ടറുകൾക്കൊന്നും എനിക്കൊരു പഞ്ച് വലിയ ഫീൽ ചെയ്തില്ല. പക്ഷേ നമുക്കിങ്ങനെ ഓക്കെ എന്നുള്ള മട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് പടം വേറെ ലെവലിലേക്ക് മാറുന്നത്. പിന്നെ പറയേണ്ടത് നമ്മളെ ഫൈറ്റർ ബാബു ആൻ്റണി കോമഡി കിട്ടില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് അയാളിലേക്ക് അതൊക്കെ ഗംഭീരമായിരുന്നു. ഒരു കോമഡി പടമായിട്ട് തന്നെ കാണണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ, കാരണം വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ ഒരു കോമഡി പടമായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പം അങ്ങനെ ചെയ്യണമല്ലോ വലിയതുണ്ട്. ആ ഒരു ഇതിൽ ബാബു ആൻ്റണി ഓക്കെയാണ്. പക്ഷേ ലോജിക്കലി അത് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു. അനിഷ്മ അതിൽ ലേഡി ക്യാരക്ടർ, പുള്ളിക്കാരി ഗംഭീര പെർഫോമറാട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പുള്ളിക്കാരൻ ഗംഭീര പുള്ളിക്കാരനാണ് സിനിമ മൊത്തത്തിൽ കൊണ്ടുപോകുന്നതെന്ന് വേണം പറയാം. പുള്ളിക്കാരൻ്റെ കയ്യിൽ നല്ലൊരു ഇതുണ്ട്. പുള്ളിക്കാരൻ ഇനിയും മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ വേണം കാണാൻ. കാരണം അത്രയും നന്നായിട്ട് പുള്ളിക്കാരൻ ഓരോ സ്ഥലത്തും പെർഫോം ചെയ്തിട്ടുണ്ട്. എസ് ജോസഫിനെ പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരൻ ഇതിൽ തന്നെ ഒരുപാട് ആംഗ്രി യങ്സ്റ്റാർ, സാഡ് യങ്സ്റ്റാർ, ഒരുപാട് ഇത് കിട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ മൊത്തത്തിലൊരു പെർഫോമറാണ്. സിനിമ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് അയാളെ പൊന്മാനിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് പമ്പ് അടിച്ചു പോയി. അങ്ങനത്തെ പെർഫോമറാണ് അദ്ദേഹം. പിന്നെ പറയേണ്ട വ്യക്തി നമ്മളെ ചെറുവത്തൂരാനായ ഉണ്ണിരാജേട്ടൻ പറയാതിരിക്കാൻ പറ്റില്ല. ഉണ്ണിരാജേട്ടൻ കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിരാജേട്ടൻ്റെ ഒന്ന് ചില ആ ജീപ്പ് എടുക്കുന്ന വ്യക്തി, ഇവരൊക്കെ കാരണം വെച്ചാൽ ഉണ്ണിരാജേട്ടനൊക്കെ ഇതിലും വലിയ വേഷങ്ങൾ കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുള്ളിക്കാരനൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ആ ഒന്നിച്ചുള്ള വ്യക്തി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.